ഇതൊരു ഫണ്ടമെൻ്റൽ സാധനമാണ്. നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ വെൽത്ത്, നമ്മുടെ ഗവൺമെൻറ് ഏത് സമയത്ത് നിങ്ങളുടെ നിന്ന് എടുത്തുകൊണ്ട് പോവാം, ഏത് സമയത്തും അവർ പോലീസിനെ ഉപയോഗിച്ച് നിങ്ങളെ ജയിലിലിടാം എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആൻഡ് ദേ ഡു ഇറ്റ്. പീപ്പിൾ ഹു ഗോ അഗെൻസ്റ്റ് ദം, ദേ ബ്രിങ് ദം അണ്ടർ സം ചാർജസ്. ഓൾവേസ് ലുക്ക് അറ്റ് ഇറ്റ്. ഒരു ഗവൺമെൻറ്റിനെതിരെ എന്തെങ്കിലും ഒരു എക്സ്പോസേ നടത്തുന്നവൻ, ദേ സംഹൗ പുട്ട് ഹിം ഇൻ ജയിൽ. സോ മണി, ഞാൻ പറഞ്ഞല്ലോ ജയിൽ വെച്ചാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. നൗ we have a possibility in this era to not to depend on the government. You can send money anywhere in the world, and that money is Bitcoin. It is not really money. It is just a message, oru message maatrana, but you can use it as money. So angananengil it's digital money. Angananengil endukonde ningade phone il oru picture undu, adu endukonde money aayittu ubhayikkan pattathilla. Imagine you have a picture. appo aa picture enikku oru email il ayichu nirikette. I just want this to be interactive. I just want you to make a guess. എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പൈസയായിട്ട്? It's a copy, right? So മണിക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. The money that you have, അത് ഡ്യൂറബിൾ ആയിരിക്കണം. ഡ്യൂറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെരിഷബിൾ ഗുഡ് ആകരുത്. തുടക്കത്തിൽ when you go back in human history, some of these goods were perishables. അതായത് നമ്മൾ തിന്നുകൊണ്ടിരുന്ന സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം, അത് ചീത്തയായി പോകും. So you don't want to store your wealth in a perishable, because then you might eat your wealth too. So the next thing is durable koodade, it should be portable. Portability, over time different things have become money. Gold money ആയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പേപ്പർ മണി വന്നത്. ഗോൾഡിൻ്റെ ഒരു പ്രശ്നം പോർട്ട് ചെയ്യാൻ പാടാണ്. ഇറ്റ്സ് ഈസിയർ കമ്പയർഡ് ടു എ കൗ. ഒരു പശുവിനെ ഉപയോഗിക്കുന്നതിലും എളുപ്പമാണ് ഒരു ഗോൾഡ് ഉപയോഗിക്കുന്നത്. ബട്ട് അഗെയിൻ ഗോൾഡ്, ഇഫ് യു ഹാവ് എ ലോട്ട് ഓഫ് ഗോൾഡ്, എല്ലാ ട്രാൻസാക്ഷനും ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നത് പാടാണ്. സോ പിന്നെ സ്കേഴ്സ് ആയിരിക്കണം. യു ഡോണ്ട് മേക്ക് വാട്ടർ മണി, കാരണം വാട്ടർ ഇസ് അവൈലബിൾ. യു ഡോണ്ട് മേക്ക് എയർ മണി. ഒരു സ്കേഴ്സ് സാധനം ഗോൾഡിനെ എടുക്കുന്നതിൻ്റെ റീസൺ അത് സ്കേഴ്സ് ആണ്. ഈസിലി ഫോർജബിൾ അല്ല. ഫോർജബിൾ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എനിക്കിവിടെ കോപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. So that was one of the reasons gold was money. Gold forge ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫ്യൂഷൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, which is very expensive. So it's costly to forge. Now ഈ റീസൺസ് കൊണ്ടാണ് പല സാധനങ്ങളും ഓവർ ടൈം മണി ആകുന്നത്. Now മണി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, ഇറ്റ് ഹാസ് ടു ബി എ സ്റ്റോർ ഓഫ് വാല്യൂ. നിങ്ങളുടെ വാല്യൂ സ്റ്റോർ ചെയ്യുവാണ്. The second thing is, it is a medium of exchange. And the third thing, it is a unit of accounts. മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മനസ്സിലായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ മണി ഉപയോഗിക്കുകയാണ്. ആദ്യമേ തുടക്കത്തിൽ ഹ്യൂമൻസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ, എനിക്കൊരു ആപ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആപ്പിൾ ഫാമറും നിങ്ങൾ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വി യൂസ് ടു എക്സ്ചേഞ്ച് ആപ്പിൾസ് ഫോർ ഫിഷ്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്സ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് ആപ്പിളാണ് ഉള്ളത് തരാൻ, നിങ്ങൾക്ക് ഫിഷാണ്. എനിക്ക് ഫിഷ് വേണം, പക്ഷേ നിങ്ങൾക്ക് ആപ്പിൾ വേണ്ടെന്നുണ്ടെങ്കിൽ now I have to search for somebody who needs fish or who needs an apple, എന്നിട്ട് നമുക്കൊരു 3-way exchange നടത്താൻ നോക്കണം. It becomes hard. അതുകൊണ്ടാണ് they moved to something. That something changed over time. ഈ സീഷെൽസ് ആയിരുന്നു, അത് കഴിഞ്ഞ് മെറ്റൽസ് ആയി, ഗോൾഡ് ആയി, പിന്നെ പേപ്പർ ആയി. അപ്പം സീഷെൽസിൻ്റെ കുഴപ്പം ഹോമോജീനിയസ് അല്ല. ഒരു സീഷെൽ മറ്റേ സീഷെലും സെയിം അല്ല. സോ ദാറ്റ്സ് വൈ ഗോൾഡ് ഒരു ഫഞ്ചിബിൾ എന്ന് പറയും. ഫഞ്ചിബിലിറ്റിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 100 രൂപ നിങ്ങൾ എനിക്ക് കടം തന്നു, ആ പൈസ കൊണ്ട് ഞാൻ എന്തിനേലും ഉപയോഗിച്ചിട്ട് അതേ നോട്ട് തരേണ്ട കാര്യമില്ല, വേറൊരു 100 രൂപ നോട്ട് തന്നാൽ മതി നിങ്ങൾക്ക്. സോ ഫഞ്ചിബിലിറ്റി അതുപോലെ വെരിഫയബിൾ ആയിരിക്കണം. ഗോൾഡ് പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ റുപ്പി നോട്ട് നമുക്ക് ബാങ്കിൽ കൊടുത്താൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാം അതൊരു കൗണ്ടർ ഫിറ്റ് സാധനമാണോ എന്ന്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഒരു ഡിജിറ്റൽ മണിയിലേക്ക് പോകുന്ന. ഈ പ്രോപ്പർട്ടീസ് എല്ലാം വേണം താനും, എന്നാൽ ഒരു സെൻട്രൽ പാർട്ടിയുടെ ഉപയോഗം ഇല്ലാത്ത ഒരു ഇത് വന്നത്. സോ ദിസ് ഒരു വലിയൊരു പൊളിറ്റിക്കൽ സോഷ്യോ എക്കണോമിക് റെവല്യൂഷനാണ് ലോകത്ത് നടക്കുന്നത്. നൗ ഇന്ത്യയിൽ ഇത് നമുക്ക് കിട്ടുന്നില്ല, കാരണം ഇത് ബാൻഡാണ്. ഇന്ത്യ ഇസ് വൺ ഓഫ് ദ വെരി ഫ്യൂ കൺട്രീസ് ബിറ്റ്കോയിൻ ഇസ് ബാൻഡ്. വൈ? ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു ദ ഗവൺമെൻറ്. വൈ ഇസ് എ ത്രെറ്റ്? ബിക്കോസ് നമ്മുടെ പുറത്തുള്ള കൺട്രോൾ വിട്ടുപോകുന്നുള്ളത്. Now ലോകം മുഴുവൻ, all the main countries are pushing the technology through. ഈ ബിറ്റ്കോയിൻ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൽ കോഡ് ചെയ്ത് ഇത് മെയിൻലി ഒരു പ്രോഗ്രാമിംഗ് ആണ്. ഇതിൻ്റെ പല രീതിയിലുള്ള പ്രോഗ്രാമിംഗ് ഉണ്ട്. അത് പഠിക്കാൻ പറ്റുന്നു, അത് യൂസ് ചെയ്യാൻ പറ്റുന്നു. സോ വി ആർ ഫോളോയിങ് ബിഹൈൻഡ്.
ആ ഫോളോയിങ് ബിഹൈൻഡ് പ്രശ്നം എന്ന് വെച്ചാൽ നാളെ ഇത് എല്ലായിടത്തും prevalent ആകുമ്പം നമ്മൾ ഇത് യൂസ് ചെയ്യും ആൻഡ് ദെൻ വിൽ ബിക്കം ദ കൂലീസ് വർക്കിംഗ് ഫോർ സംബഡി ഡൂയിങ് ദ സപ്പോർട്ട് വർക്ക്. സോ നേരത്തെ നമുക്ക് ഇതിൽ കയറാൻ പറ്റണം. ഞാൻ ഇതൊരു പിയർ ടു പിയർ സിസ്റ്റമാണ്. യെസ്, ഒരു മൈക്ക് ഒന്ന് അങ്ങോട്ട് കൊടുക്കൂ, ക്വസ്റ്റ്യൻ ഒന്ന് കിട്ടാൻ വേണ്ടി. Sir, RBI not accepted bitcoins. What's that? RBI not accepted bitcoins. Yes. But recently I read that there is a ATM running on bitcoins in Bangalore. How it is possible? അവർ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല ബാംഗ്ലൂർ ഉള്ളത്. അത് ഇടയ്ക്ക് യൂണോകോയിൻ്റെ ഫൗണ്ടേഴ്സ് ഒരു ബിറ്റ്കോയിൻ ATM വെച്ചിരുന്നു. പക്ഷേ പുള്ളി ഒരു ദിവസം ജയിലിലിട്ടേ പിന്നെ ഐ തിങ്ക് ഇറ്റ്സ് ബീൻ ടേക്കൺ ഔട്ട്. ബട്ട് റൈറ്റ് നൗ RBIയുടെ ഒരു സർക്കുലർ ഉണ്ട്, ദേ ആർ ഗോയിങ് ടു അലൗ the use of Bitcoin under some stringent conditions. Now, Bitcoin, ഞാൻ പറഞ്ഞു പോലെ ഇതൊരു P2P ആണ്, പിയർ ടു പിയർ എന്ന് പറയും. ആരൊക്കെ ടോറന്റ് ഉപയോഗിച്ചിട്ടുണ്ട്? Who all uses torrents? Okay, ടോറന്റിനകത്ത് നമുക്ക് we can exchange files without a central party. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാം. അതായത് ഒരു ആളുടെ അടുത്ത് പോകണ്ട. So some things like stock, ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? ആരൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്? കമ്പനീസിന്റെ സ്റ്റോക്ക്. So you have to go to the exchange to get it traded. ആ എക്സ്ചേഞ്ചിൽ കൂടെ ഒരു രജിസ്ട്രാർ ഇത് എന്നാ പറയുന്നത്, ദേ ഷുഡ് ചേഞ്ച് ദി ഓണർഷിപ്പ്. വെറാസ് ഒരു പൈസ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിൽ വേറെ ആൾക്ക് കൊടുക്കാം. ദാറ്റ് ഇസ് കോൾഡ് എ പിയർ ടു പിയർ. സോ പിയർ ടു പിയർ ഉള്ള മെക്കാനിസത്തിനകത്ത് ഈവൻ ഇഫ് ദ ഗവൺമെന്റ് ബാൻസ് ഇറ്റ്, നമ്മൾ തമ്മിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം ഗുജറാത്ത് പ്രൊഹിബിഷൻ ഉള്ള സ്ഥലമാണ് ഗുജറാത്ത്. ഗുജറാത്തിൽ ലിക്കർ കിട്ടത്തില്ലെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ആർക്കൊക്കെ അറിയാം കിട്ടുമോ ഇല്ലെന്ന്? ഓക്കെ, കഞ്ചാവ് ഇവിടെ ബാൻഡാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഡ്രഗ്സ് ബാൻഡാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ കോഴിക്കോട് കഞ്ചാവ് കിട്ടത്തില്ലെന്ന്? കിട്ടും. പൈസ കൂടുതൽ കൊടുക്കണമെന്നേ ഉള്ളതേ ഉള്ളൂ, അതിൻ്റെ ആളിനെ കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. ഒരു കടയില്ല. ദിസ് ഈസ് ഓൾവേസ് എ ബ്ലാക്ക് മാർക്കറ്റ്. ബാൻ ചെയ്യുന്ന എന്ത് സാധനവും, അതായത് ഈ ബോംബെ അധോലോകം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായിക്കുന്ന സ്റ്റോറീസ് ഒക്കെ ഇല്ലേ, അവരെങ്ങനെ അധോലോകമായത്? ഗോൾഡ് അന്ന് ബാൻഡ് ആയിരുന്നു പുറത്തുനിന്ന് കൊണ്ടുവരാൻ. ദേ യൂസ് ടു ബ്രിങ് ഇറ്റ്. ബാൻ ചെയ്യപ്പെടുന്ന എല്ലാ സാധനത്തിനകത്തും ഒരു പ്രീമിയം ഉണ്ട്. അതുപോലെ ഇന്ന് ഇന്ത്യയിൽ ബാൻഡ് ആണെങ്കിലും ബിറ്റ്കോയിൻ ഇസ് ട്രേഡിംഗ്, ഒരു ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ പ്രീമിയം ഇസ് ഹൈ. അപ്പം അങ്ങനെ ഒരു സാധനം സംബഡി ഈസ് ഡൂയിങ് ഇറ്റ്. പ്ലീസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ റേസ് യുവർ ഹാൻഡ് ആൻഡ് വിൽ ഗോ ഇറ്റ് ദാറ്റ് വേ. കാരണം ചിലപ്പോൾ ഞാൻ പറയുന്ന ആയിരിക്കത്തില്ല. ഒരു മൈക്ക് ഇങ്ങോട്ട് കൊടുക്കൂ. വി കൻ ഡിറക്ട് ദി കോൺവെർസേഷൻ ടു ദാറ്റ്. What exactly do you mean by banned? Because it's not something that can be banned, right? Banned. No, Bitcoin. Okay, Bitcoin banned means what do you mean by banned Bitcoins, right? So that means taking it the off the ramp part. When the central government bans Bitcoin, what they are saying is you cannot change it to the fiat currency, which you have to go through a bank. So let's say you have Bitcoin. And what if you want to change it in a bank? You want to get a payment through a bank to convert to rupee. I can convert to some other currency. Which one? Like for example, dollars. Okay, dollars. but do you have a dollar account somewhere else outside? What if for a local person in Calicut, he cannot have a dollar account? I don't know. I have to think about it. Okay, but let me ask you this: how many of you think you can just like that send Indian rupee outside India? നിങ്ങൾക്ക് ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ ഇന്തോനേഷ്യയിലേക്കോ that if you decide I just want to send money to all these places, how many of you think you can just do it like that? Yeah, I can if I have an international credit card. You have a international credit card. You have an international credit card. Yeah. But you have to get these permissions from them, right? No, I don't have to. I can apply for a card, I'll get it. Do you have a company or something? Do you travel outside? No, I don't. You have an international credit card. I buy stuff from China. Okay. Now I want you to use your credit card and buy Bitcoins online. Can you buy it? I've not tried. You're not allowed to in India, okay? In India, there are countries where it's not allowed. So it's not easy sending money. Capital controls all the countries are ഒരുമാതിരിപ്പെട്ട ഏഷ്യയിലെ മിക്ക കൺട്രീസും. Like you go to Thailand. തായ്ലൻഡിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു സാധനം സിംഗപ്പൂരിൽ നിന്ന് മേടിക്കണമെന്ന് കാണും, അല്ല ഇന്തോനേഷ്യയിലിരിക്കുക. So you have to send money to that person in Singapore to get the product. And Indonesia does not allow that. So നിങ്ങൾക്ക് ആ പൈസ പുറത്തോട്ട് വിടാൻ പറ്റത്തില്ല. So at that time, all these people over there who wanted to buy this, they were using Bitcoins because nobody can stop you. And the seller was selling the stuff by post. So it's one big use case. ഇതിൻ്റെ വേറൊരു വലിയൊരു യൂസ് കേസ് കാരണം ഞാൻ പറയാം. നമുക്ക് മൊത്തം ലോകത്ത് എത്ര ആൾക്കാരുണ്ടെന്നറിയാമോ? ലോകം മുഴുവൻ
7 billion, right? Between 6 and 7 billion. 3 billion ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ബാങ്ക് അക്കൗണ്ട് ഉള്ളൂ. അണ്ടർ ബാങ്ക്ഡ് ഓർ ബാങ്ക് ഫെസിലിറ്റീസോ ആക്സസോ ഇല്ലാത്ത 3 ബില്യൺ ആൾക്കാരുണ്ട്. Now നമുക്ക് ഇറ്റ്സ് ഈസിയർ ഈവൻ വെൻ യു ആർ ഇൻ ഇന്ത്യ, കേരളത്തിലാണെങ്കിൽ കുഴപ്പമില്ല, US ലാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഒരു ആഫ്രിക്കയിലോ ഒരു റെഫ്യൂജി ക്യാമ്പിലോ അല്ല ഈവൻ നമ്മുടെ ഇവിടെ ചമ്പൽക്കാടിൽ ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു ബാങ്ക് അക്കൗണ്ട് കിട്ടുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്നൊരു ബാങ്ക് വേണം. ആ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഈ KYC AML എന്ന് പറഞ്ഞൊരു ഇത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അഡ്രസ് പ്രൂഫ് കൊടുക്കണം, ഫസ്റ്റ് അഡ്രസ് പ്രൂഫ് കൊടുക്കണം, സെക്കൻഡ് കൊടുക്കണം, ആധാർ കാർഡ്, പാൻ കാർഡ്. എത്ര നാളെടുക്കും നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അങ്ങനത്തെ ഒരു സ്ഥലത്ത്? ഇറ്റ്സ് നോട്ട് ഈസി. സോ ഒരു വാളറ്റ് ഓൺ ബിറ്റ്കോയിൻ നമുക്കുണ്ടാക്കാൻ ഇറ്റ് ടേക്സ് ലെസ് ദൻ 90 seconds. അപ്പം ഈ റെഫ്യൂജി ക്യാമ്പിൽ കിടക്കുന്നവർ, ലോകത്ത് ഈ ആക്സസ് ഇല്ലാത്തവർക്ക്, ബാങ്കിങ്ങിലേക്ക് ആക്സസ് ഇല്ലാതെ വരുന്ന ഒരു ലെറ്റ്സ് സേ ഒരു സ്മോൾ ഒരു ചെറുകിട ഒരു ബിസിനസ്സുകാരനുണ്ടെന്നിരിക്കട്ടെ ഇവിടെ, പുള്ളിക്ക് ബാങ്കിലേക്ക് ആക്സസ് ഇല്ലുള്ള കുഴപ്പം എന്താണ്? വാട്ട് ഡു യു തിങ്ക് ഇസ് ദ പ്രോബ്ലം ബാങ്കിലേക്ക് ആക്സസ് ഇല്ലെങ്കിൽ? എനി ഗസ്സസ്? ബാങ്കിലേക്ക് ആക്സസ് ഇല്ലെങ്കിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, നമുക്ക് എന്തെങ്കിലും പൈസ വേണമെന്നിരിക്കട്ടെ, ഒരു കടം വേണമെന്നിരിക്കട്ടെ, പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ആ പൈസ എടുക്കണം. യൂഷ്വലി ദേ ചാർജ് യു അറൌണ്ട് 100% ഇൻട്രസ്റ്റ്. 110, 120 കണ്ടിട്ടില്ലേ? ചന്തയിലൊക്കെ കണ്ടിട്ടില്ലേ അവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്? ഡെയിലി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി. ദാറ്റ്സ് ലൈക്ക് മോർ ദൻ 100%. ബാങ്കിങ്ങിലേക്ക് ആക്സസ് ഉള്ള ഒരു ബിസിനസ്സുകാരന് ഹൗ മച്ച് ഡു ദേ ഗെറ്റ് ഇറ്റ് ഫോർ? ഇറ്റ്സ് ലെസ് ദൻ 10%. സോ തീരെ പൈസ ഇല്ലാത്ത ആൾക്കാരെ ശരിക്കും പറയണേ ചൂഷണം ചെയ്യപ്പെടുവാണ് അവിടെ അറ്റ് ദാറ്റ് പോയിന്റ്. വൈ? ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ആക്സസ് ടു എ ബാങ്ക്. സോ 3 ബില്യൺ എന്ന് പറയുന്നത് എന്താ? 30 കോടിയാണോ എന്താണോ, അതോ 300 കോടിയാണോ? നമ്മുടെ 30 കോടിയാണോ? 300 കോടി. ഓക്കെ. അപ്പം 300 കോടി ആൾക്കാർക്ക് ഒരു ബാങ്ക് ആക്സസ് ഇല്ല എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ഓൾ ദീസ് തിങ്സ് കമ്മിങ് ടുഗെദർ. കാരണം ആ മിഡിൽ മാനിന് പലപ്പോഴും അവൻ്റെ ആ പൈസ വേണ്ട. കാരണം അവന് മൊത്തം ചിലപ്പം 10 രൂപയ്ക്കായിരിക്കും അവന് ചെയ്യാൻ ഇതുള്ളൂ. കാരണം അവർക്ക് ആ മിനിമം ബാലൻസിൻ്റെ ഇത് കാണും. അല്ലെ മൈക്രോ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ പാടാണ് ഈ ബാങ്കിൽ കൂടെ. മൈക്രോ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാങ്കിൽ കൂടെ നിങ്ങൾ 50 പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും 50 പൈസയ്ക്ക് ഇന്ന് വിലയില്ലെന്ന് എനിക്കറിയാം, ബട്ട് 50 പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടോ? ആർക്കെങ്കിലും പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മിനിമം ഇത്ര വേണമെന്ന് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ബാങ്കിൽ ഇത്ര മിനിമം ബാലൻസ് വേണം, നിങ്ങളൊരു മിനിമം ഇത്ര അയച്ചു കൊടുക്കണം. കാരണം ക്രെഡിറ്റ് കാർഡിൽ ആരെങ്കിലും ഇവിടെ 5 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ 1 രൂപയ്ക്ക് ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് നടത്താറുണ്ടോ? ക്രെഡിറ്റ് കാർഡ് കണ്ടിട്ടുണ്ടോ? അവർ പറയും മിനിമം ഇത്ര വേണമെന്നുള്ളത്. കാരണം അവരുടെ ഒരു ചാർജ് ഉണ്ട്. നൗ ഇപ്പോൾ US ഞങ്ങൾക്ക് ഇതേ പ്രശ്നമുണ്ട്. ഞാൻ ജസ്റ്റ് ഗിവ് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ US ഞാൻ ഇവിടെ വെണ്ണിക്കുളം എന്ന് പറഞ്ഞ തിരുവല്ലയിൽ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. ഞാൻ US ഇപ്പം ജോലി ചെയ്യുന്നത്. മീൻസ് ഐ റൺ എ ഫണ്ട്. സോ IT ട്രേഡിംഗ് ഇത് രണ്ടും ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മുമ്പ് ഞാൻ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ദാറ്റ് വാസ് മൈ പ്രൊഫഷണൽ ജോബ്. ഐ വാസ് എ കാർഡ് പ്ലെയർ, അതായത് പോക്കർ പ്ലെയർ ആയിരുന്നു. ബിഫോർ ദാറ്റ് ഐ വാസ് ഡൂയിങ് IT ആൻഡ് ബിഫോർ ദാറ്റ് ഐ വാസ് എ സെയിൽസ്മാൻ. ഞാനിവിടെ പഠിച്ചത് കോട്ടയത്തും പാലക്കാടുമായിട്ടാണ്. സോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആയിരുന്നു എൻ്റെ അണ്ടർ ഗ്രാഡ്, അതായത് ബാച്ചിലേഴ്സിനകത്ത്. ഞാൻ പാലക്കാട് പഠിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരുന്നതാണ്. ഇഷ്ടംപോലെ സപ്ലി പേപ്പർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയത്തെല്ലാം ഇവിടെ വന്ന് അറ്റൻഡൻസിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. സോ സ്ഥിരം ഇവിടെ വന്നുകൊണ്ടിരുന്ന തേഞ്ഞിപ്പാലത്ത്. കാരണം ആ സമയത്ത് കാലിക്കറ്റും ഇവിടെയായിട്ട് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു. സോ ഐ ജസ്റ്റ് ഫൗണ്ട് ബിറ്റ്കോയിൻ. അതായത് when I was running an IT company, എൻ്റെ കൂട്ടുകാർ മോസ്റ്റ് ഓഫ് ദം ആർ ഊബർ ലിബർട്ടേറിയൻസ് എന്ന് പറയും. സോ വി ബിലീവ് ദാറ്റ് there shouldn't be a government. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഉള്ള ഏത് ടെക്നോളജി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഗവൺമെൻറ് വേണ്ടെന്ന് പറഞ്ഞ് നടക്കുമ്പം ഈ മണിയുടെ സൊല്യൂഷൻ വന്നപ്പോഴത്തേക്കും we knew that it was going to work and we made a bet on it. And over the last few years, because I made an early bet, the returns were phenomenal. Just to know what the returns were, തുടക്കത്തിൽ 2010 less than 8 cents ആയിരുന്നു ഒരു ബിറ്റ്കോയിൻ. ഇന്ന് today is at $3,800 ഇത്രയും വലിയൊരു റൈസ് വന്ന ഒരു അസറ്റ് ക്ലാസ്സും ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല ആസ് എൻ അസറ്റ് ക്ലാസ്. ബിക്കോസ് കഴിഞ്ഞ കൊല്ലം 2018 20,000 ആ സമയത്ത് മേടിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ you would have lost money. So it's not about money, it is about the technology that is helping us take out intermediaries. അപ്പം ഈ ഒരു ടെക്നോളജിക്ക് ഇതിൽ കൂടുതൽ ഇനി പവർ ഉണ്ട്. അതിലാണ് ദ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
പക്ഷേ ഇവിടെ ഇന്ത്യയിൽ നമുക്കൊരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവായ ബിറ്റ് കോയിൻ കിട്ടാത്തതുകൊണ്ട് ദർ ഇസ് നോബഡി വർക്കിംഗ് ഓൺ ഇറ്റ്. ഇതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എഫേർട്ടാണ്, അല്ലാതെ ഒരു കമ്പനി. നോബഡി ഓൺസ് ബിറ്റ് കോയിൻ, അല്ലെങ്കിൽ ഒരു സെർവർ ഇല്ല. ഇന്ന് നമ്മൾ ബാങ്കിൽ കൂടെ നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ബാങ്കിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റിയാൽ, ഇഫ് സംബഡി ക്യാൻ ഹാക്ക് ഇറ്റ്, ഹാക്ക് ചെയ്യുന്നവരുണ്ട്, ദേ കൻ റിവേഴ്സ് എ ട്രാൻസാക്ഷൻ. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയെന്നിരിക്കാം, ബാങ്ക് തിരിച്ചു തരുമായിരിക്കാം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബിറ്റ് കോയിനകത്ത് അങ്ങനൊരു കമ്പനി ഇല്ല. ദർ ഈസ് നോ മിഡിൽ മാൻ. ഇറ്റ് ഈസ് നോട്ട് ഓൺ വൺ സെർവർ. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് നാളെ രാവിലെ ഗവൺമെന്റ് വിചാരിച്ച് ദേ കനോട്ട് ടേക്ക് യു ഡൗൺ. സോ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അല്ലേ, ഫേസ്ബുക്ക് അല്ലെ ട്വിറ്റർ. ഫേസ്ബുക്ക് ഇന്ന് തീരുമാനിക്കുന്നുണ്ട് ആര് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കാര്യങ്ങൾ ചെയ്യണം, അല്ലെ ആർക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു റൈറ്റ് വിങ്ങർ ആണ്. യൂഷ്വലി ഫേസ്ബുക്ക് ഇറ്റ്സ് എ സിലിക്കൺ വാലി കമ്പനി ആൻഡ് ഫേസ്ബുക്ക് ഇസ് എ ലെഫ്റ്റ് ലീനിങ് കമ്പനി, അല്ലെ അവിടെ ഇരിക്കുന്ന ജോലിക്കാർ ലെഫ്റ്റ് ലീനിങ് ആണ്. സോ ഒരു റൈറ്റ് വിങ്ങർ ആണെങ്കിൽ നിങ്ങളുടെ പല പോസ്റ്റും ദേ വിൽ ടേക്ക് ഇറ്റ് ഡൗൺ. So Twitter ban ചെയ്തേക്കുന്ന ആരൊക്കെയാണ്? Around 30 people that they have banned, all are right wingers, like Charles Johnson, Milo Yiannopoulos, എന്നാ പറയുന്നത്, ഇൻഫോവാർസിന്റെ പുള്ളി. So they are all right wingers. So അതൊരു ഫ്രീഡം ഓഫ് സ്പീച്ച്. സോ പുള്ളി ഒരു റൈറ്റ് വിങ്ങർ ആണെന്ന് പറഞ്ഞ് maybe we don't agree with him, but it is his freedom of speech. അത് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ആ സൊസൈറ്റി ഈസ് നോട്ട് വർത്ത് ലിവിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അത് സപ്പോർട്ട് ചെയ്യുന്ന ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സാധനം. സോ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ക്രിപ്റ്റോ കറൻസി. അത് കഴിഞ്ഞ് മറ്റ് പല ക്രിപ്റ്റോ കറൻസീസ് വന്നിട്ടുണ്ട്. ഇതീറിയം വിച്ച് ഇസ് ദ നെക്സ്റ്റ് ബിഗസ്റ്റ് ഹിറ്റ്. സോ അതിൻ്റെ പുറത്ത് ഇപ്പം പ്രോഗ്രാമബിൾ മണി ആക്കി, അതായത് ഇത്തീറിയം കൊണ്ടുവന്ന ദ നെക്സ്റ്റ് വൺ വാസ് ഇത്തീറിയം. മീൻസ് ഹിറ്റായ ക്രിപ്റ്റോ കറൻസി 1500 എണ്ണം ഉണ്ട്. സോ ഇത്തീറിയത്തിന് നമുക്ക് പ്രോഗ്രാം ചെയ്യാം നമ്മുടെ മണി. പ്രോഗ്രാം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺട്രാക്ട് പ്രോഗ്രാം ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഫ്ലൈറ്റ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടെന്നറിയാമോ? ഫ്ലൈറ്റ് ഇൻഷുറൻസ്, അതായത് നിങ്ങൾ പോകുമ്പം ഫ്ലൈറ്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലൈറ്റ് പൊങ്ങാതിരിക്കുകയോ അല്ലെ ലേറ്റ് ആവുകയോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പൈസ തിരിച്ചു തരും. അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിക്കറ്റ് അവർക്ക് അയച്ചു കൊടുക്കണം. 2-3 ആഴ്ച കഴിഞ്ഞ് ചിലപ്പോൾ അവർ തിരിച്ച് നമുക്ക് ഈ പൈസ എങ്ങനെയാലും ഒരു ചെക്കായിട്ട് വല്ലതും അയച്ചു തരുമോ, അല്ലെ എന്നിട്ട് നമ്മൾ ബാങ്കിൽ കൊണ്ട് എൻക്യാഷ് ചെയ്യണം. സോ ഒരു സ്മാർട്ട് കോൺട്രാക്ട് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, സോ ലെറ്റ്സ് അസ്യൂം ഞാനൊരു ഇൻഷുറൻസ് എടുത്തു. ലെറ്റ്സ് സേ യു വാണ്ടഡ് ടു ഗോ ഓൺ എ ഫ്ലൈറ്റ്, യു ടുക്ക് എൻ ഇൻഷുറൻസ് ഫ്രം മൈ സ്മാർട്ട് കോൺട്രാക്ട്. അപ്പോൾ ഈ സ്മാർട്ട് കോൺട്രാക്ട് ചെക്ക് ചെയ്യുവാണ് ഫ്ലൈറ്റ് പോയോ ഇല്ലോ, അതായത് പൊങ്ങിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അങ്ങോട്ട് പൈസ അയച്ചു തരുവാണ്. എന്തിനാണ് നിങ്ങളിത് അയച്ചു കൊടുക്കുന്നത്? നിങ്ങളുടെ ടിക്കറ്റ് അയച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. സോ വി മേക്കിംഗ് ഇൻ എ വെരി എഫിഷ്യൻറ്റ് പ്രോസസ്സ്. അതായത് നമുക്ക് മിസ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട ആ ഇൻഷുറൻസ് 2 ആഴ്ച വെയിറ്റ് ചെയ്യുകയും അവരുമായിട്ട് കോളിലിരിക്കുകയും ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം, എനർജി, ഒരു ഇൻഎഫിഷ്യൻറ്റ് പ്രോസസ്സാണ്. സോ ദിസ് ഇസ് എ ബിഗ് ആപ്ലിക്കേഷൻ. ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതുമാതിരി ബോർ പരിപാടിയായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ we can direct it there. Yes. Sir, you mentioned that Bitcoin already devalued. My question is regarding whether inflation, deflation applicable to Bitcoin too. You were telling the first part is Bitcoin is devalued. Devalued means 20,000 rupees formerly. Okay. Now it come down. Okay. My question is whether deflation, inflation is applicable to cryptocurrency. Okay. So the first part of the question, അതായത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴെ പോയത്, വാല്യൂ അല്ല, അതിൻ്റെ പ്രൈസ് താഴെ പോയത് വിത്ത് റെസ്പെക്ട് ടു പ്രൈസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ 2 different things. പ്രൈസ് ഇസ് സംതിങ് ആൻഡ് വാല്യൂ ഇസ് സംതിങ്. ഇപ്പം ഞാനൊരു കള്ളുകുടിയനാണെങ്കിൽ ഒരു 20 year അല്ലെ 24 year ഉള്ള ഒരു സ്കോച്ച് വിസ്കി മൈറ്റ് ബി വെരി വാല്യുബിൾ ഫോർ മീ. ഇഫ് മൈ വൈഫ് is not a drunkard, it is not valuable for her. For my wife, a gold coin might be valuable. For a drunkard me, the gold coin might be useless or it's worthless. So that is value. Now price is a ratio. ഈ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ, ഒരു കാർ മേടിക്കാൻ പോകുമ്പോൾ, when you say it is, അല്ലെ, ഒരു ബൈക്ക് മേടിക്കാൻ പോകുമ്പോൾ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ what is it? You're telling it's one bike. It's a ratio of 1 lakh rupees to 1 bike. അതാണ് പ്രൈസ്. Now price എന്ന് പറയുന്ന സാധനം മേളിലും താഴെയും പോകാം. നിങ്ങൾ സ്റ്റോക്ക് മേടിച്ചാൽ when you buy a stock it can go up and down, right? The price can go up and down. When you buy gold it can go up and down. When you buy a property, നിങ്ങൾ മേടിക്കുന്ന ഒരു സ്ഥലത്തിന് വില താഴെ പോകത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? പണ്ട് എല്ലാവർക്കും ഒരു തോന്നലുണ്ടായിരുന്നു നമ്മൾ സ്ഥലം മേടിച്ചാൽ ഒരിക്കലും താഴെ പോകത്തില്ലെന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ ഏതായാലും കണ്ടുകൊണ്ട് ഇറ്റ്സ് മച്ച് ഈസിയർ റൈറ്റ് നൗ. സോ പ്രൈസ് can go up and down.
And Bitcoin is not inflationary. So there is only 21 million Bitcoins. നമ്മുടെ ഫിയാറ്റ് കറൻസി, അതായത് നമ്മുടെ റുപ്പി അല്ലെ ഡോളർ, ദീസ് ആർ ഓൾ ഇൻഫ്ലേഷണറി കറൻസീസ്. ഇൻഫ്ലേഷണറി കറൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഗവൺമെൻറ് ഇസ് പ്രിൻറ്റിങ് അറ്റ് വിൽ. ദേ ഡിസൈഡ് എന്തുമാത്രം പ്രിന്റ് ചെയ്യണമെന്ന്. സോ നമ്മളൊരു ഗെയിം കളിക്കുവാണ്, നമ്മളോട് റൂൾസ് പറഞ്ഞു, നമ്മൾ ആ റൂൾസ് വെച്ച് നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് റുപ്പി സേവ് ചെയ്തു, നമ്മൾ നമ്മുടെ മാട്രസിൻ്റെ അടിയിൽ വെച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് 5% ബാങ്ക് ഇൻട്രസ്റ്റ് വരുവാണ്. പെട്ടെന്ന് വോട്ട് കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് എല്ലാ ഫാമേഴ്സിൻ്റെയും ലോൺ അങ്ങ് എന്നാ പറയുന്നത് വേവ് ഓഫ് ചെയ്തെന്നിരിക്കട്ടെ. വാട്ട് ഹാപ്പൻസ് അറ്റ് ദാറ്റ് ടൈം? എങ്ങനെയാണ് അത് വേവ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്? ഹൗ ഡു ദേ ഡു ഇറ്റ്? ദർ ആർ ഓൺലി 2 ways to do it. One, they have to tax you. കൊടുത്ത ദർ ഇസ് നോ ഫ്രീ ലഞ്ച്. അത് കൊടുത്ത സ്ഥിതിക്ക് നിങ്ങളുടെ ഇന്ന് ടാക്സ് ചെയ്യണം. ടാക്സ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു പേടിയുണ്ട്, അതായത് നിങ്ങൾ അടുത്ത പ്രാവശ്യം അവർക്ക് വോട്ട് കൊടുക്കത്തില്ലെന്ന്. സോ നിങ്ങൾ അറിയാതെ ടാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത്രയും കൂടെ പൈസ അങ്ങ് പ്രിന്റ് ചെയ്യും. എത്രയാണോ ആ ലോൺ റൈറ്റ് ഓഫ് ചെയ്തത് അത് ബാങ്കിന് അയച്ചു കൊടുക്കും. ഇറ്റ്സ് വെരി ഈസി. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറത്തുനിന്നൊരു ടാക്സ് വരുന്നു. അപ്പോൾ എന്താണ് പറ്റുന്നത്? ആ എക്സ്ട്രാ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാട്ട് ഇസ് ദ റിസൾട്ട് ദാറ്റ് യു സീ? ഇൻഫ്ലേഷൻ്റെ റിസൾട്ട് എന്തുവാണ്? സാധനങ്ങളുടെ വില കൂടും. എന്തുകൊണ്ടാണ് സാധനങ്ങളുടെ വില കൂടുന്നത്? പൈസ കൂടുതൽ പ്രിന്റ് ചെയ്തു. അവിടെ ഇരിക്കുന്നവൻ അറിയാം, ഇന്നലെ നിങ്ങളുടെ കയ്യിൽ 10 രൂപ ഉള്ളായിരുന്നു, ഇന്ന് ഗവൺമെന്റ് നിങ്ങൾക്ക് എക്സ്ട്രാ വെറുതെ തന്നിട്ടുണ്ട്, പുള്ളി അപ്പോൾ സാധനത്തിന്റെ വില കൂട്ടും. സോ ഇൻഫ്ലേഷന്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് അറിഞ്ഞിട്ടുള്ള രാജ്യങ്ങൾ, സോ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞ് ജർമ്മനി വാസ് ദ ഫസ്റ്റ് വൺ. അവരങ്ങ് പൈസ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി. പൈസ പ്രിന്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് വെച്ചൊരു യൂസ് ഇല്ല പൈസയ്ക്ക്. സോ സാധനങ്ങളുടെ വില കൂടി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവർ പറയുമായിരുന്നു 1 മില്യൺ മാർക്ക് തരാം. ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടു ബ്രെഡിന് 1 മില്യൺ മാർക്കാണ്. അവിടെ പോയപ്പോൾ അവർ 1 മില്യൺ മാർക്ക് തന്നു. ഞാനൊരു വീൽ ബാരോവിനകത്തിട്ടു, കാരണം ഇതെല്ലാം കൂടെ ചുമ്മിക്കൊണ്ട് വരാൻ വേറെ മാർഗ്ഗമില്ല, അന്ന് പ്ലാസ്റ്റിക് കൂടൊന്നും ഇല്ല. ഇത് ഉന്തിക്കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും ബ്രെഡിൻ്റെ വില 2 മില്യണായി. സോ വെൻ ദേ ഡൂ ദാറ്റ്, ഇതെല്ലാവർക്കും അറിയാം. സോ ദാറ്റ് ഇസ് വൈ ദ വാല്യൂ ഇസ് ഗോയിങ് ഡൗൺ. നമ്മൾ സോ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 10 കൊല്ലം മുമ്പ് ഞാൻ അമേരിക്കയിലിരുന്നപ്പം $1 അയച്ചു കഴിയുമ്പോൾ എനിക്ക് 38 രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് 72 കിട്ടും. വാട്ട് ഹാസ് ഹാപ്പൻഡ്? നമ്മൾ പ്രിന്റ് ചെയ്യുവാണ്, നമ്മുടെ ഗവൺമെന്റ് പ്രിന്റ് ചെയ്യുവാണ്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഒരു മൈക്ക് ഒന്ന് കൊടുക്കും അവിടെ. ഈ നമ്മളൊരു ലിമിറ്റഡ് നോളേജ് വെച്ച് ചോദിക്കുന്നതാണ്. ഈ പല പല കോർപ്പറേറ്റ് ഗ്രൂപ്പ്സും ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആയാലും പല ക്രിപ്റ്റോ കറൻസീസ് ലോഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ലിമിറ്റഡ് നോളേജ് വെച്ച് നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സെൻട്രൽ ബാങ്ക് ചെയ്യുന്ന ഫങ്ഷൻ ആണ് ഇങ്ങനത്തെ കോർപ്പറേറ്റ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയാവും എന്നുള്ളൊരു ആകാംക്ഷ, അല്ലെങ്കിൽ ഇതൊരു കുഴപ്പത്തിലേക്ക് അവസാനിക്കും എന്നുള്ളൊരു. സോ കോർപ്പറേറ്റ്സ് ഇഷ്യൂ എന്നൊരു ക്രിപ്റ്റോ കറൻസി ഉണ്ടെങ്കിൽ ഇപ്പം മൈക്രോസോഫ്റ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ, ഫേസ്ബുക്ക് ഇഷ്യൂ ചെയ്യാൻ, ആമസോൺ ഇഷ്യൂ ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. സോ എന്നെപ്പോലെ ഒരാൾ ഞാനത് മേടിക്കത്തില്ല. കാര്യം then it's going back to the same problem. അതായത് പണ്ട് ഹിസ്റ്ററി ഓഫ് മണിയിലേക്ക് പോകുമ്പം പണ്ട് നമുക്ക് ഗോൾഡ് ഉണ്ടായിരുന്നു. ഗോൾഡ് കൊണ്ടുപോയി നമ്മളൊരു ബാങ്ക് വെക്കാൻ, അന്ന് സെൻട്രൽ ഗവൺമെന്റ് ഇല്ലാത്ത കാര്യം. സോ സെൻട്രൽ ഗവൺമെന്റ്സ്, അതായത് ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് വന്നത് 1914 അതിനു മുമ്പ് ഈ ഇൻഡിവിജ്വൽ ബാങ്ക്സ് ആണ് ഉണ്ടായിരുന്നത്. സോ ഈ ഇൻഡിവിജ്വൽ ബാങ്ക്സിൽ കൊണ്ടുപോയി നമ്മൾ പൈസ, നമ്മുടെ ഗോൾഡ് വെക്കും. ഗോൾഡ് കൊണ്ട് നടക്കാൻ പാടായതുകൊണ്ട് ദേ വുഡ് ഇഷ്യൂ എ സംതിങ് കോൾഡ് എ ഗോൾഡ് സർട്ടിഫിക്കറ്റ് തരുമായിരുന്നു. ഇപ്പം 10 പവൻ വെക്കുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ 10 സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ ആർക്കെങ്കിലും കൊണ്ടുപോയി നമുക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ആൻഡ് വെൻ ദേ കം ബാക്ക് ടു യുവർ ബാങ്ക്, ആ സർട്ടിഫിക്കറ്റ് തരുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഗോൾഡൻ കൊടുക്കുമായിരുന്നു. സോ ഇതിൻ്റെ ഒരു പ്രശ്നം, ഓൾ ഈസ് ഗോയിങ് ഗുഡ്. പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും, ഷടാ ഇത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചോദിച്ചു വന്നിരിക്കട്ടെ, എനിക്കൊരു ഡയമണ്ട് നെക്ലസ് വേണം. അപ്പം നിങ്ങൾക്കൊരു മാർഗ്ഗമില്ല, ശല്യം സഹിക്കാൻ മേല, നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു ഞാനുണ്ടല്ലോ കുറച്ച് സർട്ടിഫിക്കറ്റ് അങ്ങ് എക്സ്ട്രാ അങ്ങ് ഇഷ്യൂ ചെയ്യാം. അണ്ടർലൈൻ ഗോൾഡ് 10 ഉള്ളൂ, പക്ഷേ പുള്ളിയുടെ കയ്യിലായിരുന്നു ഇരുന്നത് അതിൻ്റെ ഇത്, ആ ഗോൾഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത്. അപ്പം ചുരുക്കത്തിൽ തുടക്കത്തിൽ 10 പവനും 10 ഗോൾഡ് സർട്ടിഫിക്കറ്റും ഉള്ളായിരുന്നു. ശരിക്കും ഇപ്പം മാർക്കറ്റിൽ 20 എണ്ണം ഓടി നടക്കുന്നുണ്ട്. പുള്ളിയുടെ ഹോപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാം കൂടെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ലെന്നാണ്. കാരണം എല്ലാവരും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ 20 കോയിൻ കൊടുക്കണം, അതില്ല അവിടെ. ഹി ഓൺലി ഹാസ് 10 വിത്ത് ഹിം. സോ വാട്ട് ഇസ് ഹാപ്പൻഡ് ഓവർ ദെയർ? അതാണ് പണ്ട് ഈ റൺ ഓൺ ദ ബാങ്ക് എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ബാങ്കിൽ പോയി ചെല്ലത്തില്ലേ, നമ്മുടെ ഡെപ്പോസിറ്റ് വേണം, അവിടെ ഡെപ്പോസിറ്റ് ഇല്ലാതിരിക്കുന്നത്. കാരണം ഒരു ലോൺ ബാങ്കിങ് സിസ്റ്റമാണ്, അത് ഫ്രാക്ഷണൽ റിസർവിലാണ് നമ്മളിത് ഓടിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ്സ്, നമ്മുടെ ബാങ്ക് അവിടെ പൈസ ഇരിപ്പില്ല, ഇല്ലാത്ത പൈസയാണ് എടുത്ത് കൊടുക്കുന്നത്, ഉള്ളത് ഈ കൂടുതൽ കൊടുക്കുവാണ്. അങ്ങനെ കൊടുക്കുന്നതിനകത്ത് തന്നെ വിന്നേഴ്സ് ആൻഡ് ലൂസേഴ്സ് ഉണ്ട്. ഗവൺമെന്റ്സ് വിളിച്ചു പറയും ബാങ്കിന്റെ അടുത്ത്, ഇന്ന ഇൻഡസ്ട്രിയലിസ്റ്റിനൊടുക്ക്, ഈ കിങ് ഫിഷറിനൊക്കെ എങ്ങനെ പൈസ കിട്ടിയെന്നാ വിചാരം? ചുമ്മാ ആരെങ്കിലും കൊടുത്താന്നാണോ വിചാരം? സംബഡി കോൾഡ് സംബഡി ആൻഡ് ടോൾഡ് ദം കൊടുക്കാനായിട്ട്. സോ ദർ ഇസ്
അങ്ങനെ ഒരു നെക്സസ് ഉണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് ബിറ്റ്കോയിൻ യു കനോട്ട് ഡു ദാറ്റ്. കാരണം ഒരു പബ്ലിക് ലെഡ്ജറാണ്, നമ്മൾ എല്ലാവരും കൂടി എഗ്രി ചെയ്യണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത് ഇറ്റ്സ് നോട്ട് ഹാക്കബിൾ, ഇറ്റ്സ് ഹാർഡ് ടു ഫോർജ് ആൻഡ് ഹാർഡ് ടു ഹാക്ക് ആണ്. കാരണം ഇറ്റ് ഡസ് നോട്ട് ബിലോങ്, അവിടെ ഒരു സെർവർ ഇല്ല. നമ്മുടെ അത് യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും കയ്യിലാണ് അതിൻ്റെ സെർവർ ഇരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ 1 million+ ആൾക്കാരുടെ കയ്യിലായിരിക്കുന്നത്. ഇപ്പം 10 പേരെ ഉള്ളെങ്കിൽ, സോ നമുക്ക് 10 പേർക്കുള്ളൊരു സാധനമാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ എനിക്ക് 4 പേരെ ബ്രൈബ് ചെയ്താൽ മതി. ഐ ജസ്റ്റ് ഹാവ് ടു ബ്രിങ് 5 people വിത്ത് മീ ടു ചേഞ്ച് ഇറ്റ്. വെൻ യു ഹാവ് 1 million people, ഒരു വലിയൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ എനിക്കപ്പം 500,000 5 ലക്ഷം പേരെ ബ്രൈബ് ചെയ്യണം എനിക്ക് എൻ്റെ ഫേവറബിൾ ആയിട്ട് അത് റീറൈറ്റ് ചെയ്യണമെങ്കിൽ. Does that make sense? There's a question over there. Excuse me. അവിടെ ഒരെണ്ണം കൊടുക്കണം. May I ask? Sure. ഓക്കെ, നമ്മളിപ്പോൾ ക്രിപ്റ്റോ കറൻസി പൊതുവേ നമ്മൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പൊതുവേ നമ്മൾ ബ്ലോക്ക് ചെയിൻ എൻറ്റിറ്റിയിലായിരിക്കും ഇത് ചെയ്തു കൊണ്ടുവരുന്നത്, ബിക്കോസ് ഇറ്റ് ഇസ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം. സോ ബ്ലോക്ക് ചെയിൻ എൻറ്റിറ്റിയിലെ പബ്ലിക് നെറ്റ്വർക്ക്, ദാറ്റ് മീൻസ് എത്തീരിയത്തിലായിരിക്കും ഈത്തർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ എൻ്റെ ക്വസ്റ്റൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഹൗ ക്യാൻ വി ഹാൻഡിൽ ദീസ് കൈൻഡ് ഓഫ് ഡാറ്റാസ്? കാരണം ഒരു പബ്ലിക് നെറ്റ്വർക്കാണ്. സോ വി നീഡ് എ പബ്ലിക് ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് വേണം. സോ ഹൗ ക്യാൻ വി ഹാൻഡിൽ ദീസ് കൈൻഡ് ഓഫ് ഡാറ്റ വിത്ത് എ ഡീസെൻട്രലൈസ്ഡ് ഡാറ്റാബേസ്? സോ നേരത്തെ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിലൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് ഡേറ്റാബേസിലാണ് ഇത് ചെയ്യുന്നത്. ആ കമ്പനിയാണ് തീരുമാനിക്കുന്നത് അതിൻ്റെ ഫൈനാലിറ്റി എന്തുവാന്നുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ചെറിയൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, 10 പേരുണ്ട്, 10 പേരും ഈ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യുവാണ്. സോ ലെറ്റ്സ് അസ്യൂം യു സെൻഡ് മീ $10. ഈ 10 പേർക്കും നമ്മളൊരു മെസ്സേജ് വിടണം, പേഴ്സൺ എ സെൻഡ് പേഴ്സൺ ബി $10. നമ്മളെല്ലാം എഗ്രി ചെയ്തു എന്നിരിക്കട്ടെ. ഇനി ഇതുകൊണ്ട് തിരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം 6 പേർക്ക്, ഒരു 6 പേരുടെ ഏതെങ്കിലും തിരുത്തണം. സോ ദാറ്റ് ഒരു കൺസെൻസസ് എത്തിക്കണം. സോ എൻ്റെ ഒരു ഡേറ്റയാണത്. ആ ഡേറ്റയിൽ ഒരു ഫൈനാലിറ്റി, ഒരു സ്റ്റേറ്റ് ആണ് നമ്മൾ ഇത് വെക്കുന്നത്. ഇത് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു കൺസെൻസസ് എത്തണം. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ നമ്മൾ കൺസെൻസസ് എത്തണം. സെൻട്രൽ സെർവർ സിസ്റ്റത്തിൽ കൺസെൻസസ് വേണ്ട. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഡേറ്റാബേസ് ഗ്രോ ചെയ്യും. അതിനകത്തൊരു സ്കെയിലബിലിറ്റി ഇഷ്യൂ ഉള്ളതാണ്. യെസ്, ഒരു സ്കെയിലബിലിറ്റി ഇഷ്യൂ ഉണ്ട്. അതിൻ്റെ പുറത്ത് ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. സ്കെയിലബിലിറ്റി, ഷാർഡിങ് വെച്ച്, ഇങ്ങനത്തെ ഷാർഡിങ് ഉണ്ട്, സ്റ്റേറ്റ് ചാനൽ സിസ്റ്റംസ് ഉണ്ട്, അത് വെച്ച് സോൾവബിൾ ആണ്. സോ ഇറ്റ്സ് എ വെരി നേസൻ സിസ്റ്റം. അത് സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. സോ മെയിൻ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർലൈങ് അവർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ മാറ്റാം. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ചാനൽസ് കൊണ്ടുവരാം. സ്റ്റേറ്റ് ചാനൽസ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് നെറ്റ്വർക്കാണ് ബിറ്റ്കോയിൻ്റെ പുറത്തുള്ളത്. സോ ബിറ്റ്കോയിൻ്റെ മെയിൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ ചെയ്യത്തില്ല. നമ്മൾ രണ്ടും ഒരു കുറേ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ടെങ്കിൽ, സോ ലെറ്റ്സ് സേ യു സ്റ്റാർട്ടഡ് വിത്ത് 100, ആദ്യം എനിക്കൊരു 10 അയച്ചു, ഞാൻ തിരിച്ച് 5 അയച്ചു, അങ്ങോട്ടൊരു പലതവണ ചെയ്തിട്ട് ആ ലാസ്റ്റ് സ്റ്റേറ്റ് മാത്രം വി വിൽ ഗോ ആൻഡ് അപ്ഡേറ്റ് ടു ദ മെയിൻ ഡേറ്റാബേസ്. അങ്ങനെ ആകുമ്പം സൈസ് കൂടത്തില്ല. പിന്നെ സൈസ് കുറയ്ക്കാനായിട്ടൊക്കെ ഒത്തിരി കംപ്രഷൻ മെക്കാനിസംസും ഇതെല്ലാം ഉണ്ട്. ആൻഡ് സ്പെഷ്യൽ പർപ്പസ് വാളറ്റ്സ് ഉണ്ട്, ലൈറ്റ് വാളറ്റ്സ് ഉണ്ട്, അങ്ങനെ പല രീതിയിലാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ട്രേസബിലിറ്റിക്ക് വേണ്ടി പൊതുവെ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ട്രേസ് ദം. കാരണം ഞാനൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബിഗിനിങ് മുതൽ നമ്മൾ ട്രേസ് ചെയ്യാൻ തുടങ്ങും. സോ ട്രേസബിലിറ്റി വരുന്ന കേസിൽ ഞാനൊരു ട്രാൻസാക്ഷൻ നേരത്തെ നടത്തിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് സ്റ്റോർഡ് ഇൻ IPFS പ്ലാന്റ് സർവീസസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് സപ്പോസ് വിചാരിക്കാം. സോ അതിനെ ട്രേസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ബൾക്ക് ഓഫ് ഡാറ്റാസിന് എൻ്റെ പോലെയല്ല, ഒരുപാട് പിയേഴ്സ് ഉണ്ടാവും, മൾട്ടിപ്പിൾ പിയേഴ്സ്, ഒരുപാട് പിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ എല്ലാ പിയേഴ്സിനെയും അറ്റ് എ ടൈമിൽ കാണുന്നതെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഈ ഡാറ്റാ ബേസിൽ നിന്നും എങ്ങനെ നമ്മൾ ഡാറ്റ ആക്സസ് ചെയ്യും? ബിക്കോസ് കുറഞ്ഞ ഡാറ്റ ആണ്. ഇപ്പോൾ 10 പേരാണെങ്കിൽ ഓക്കെ, ദാറ്റ്സ് ഇനഫ്. മൾട്ടിപ്പിൾ, ഫോർ എക്സാമ്പിൾ 1000 ഓഫ് യൂസേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ ആണല്ലോ, ദാറ്റ് മീൻസ് മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻ ഉണ്ടാവും. സോ ഹൗ ക്യാൻ വി ഹാൻഡിൽ ദീസ്? ആ ട്രേസബിലിറ്റി എത്രത്തോളം ജെന്യൂൻ ആണെന്നൊരു ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ബ്ലോക്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുകയാണ്. സോ ഓരോ ഹാഷ് വാല്യൂ വെച്ചിട്ടായിരിക്കും ഇത് ആഡ് ചെയ്ത് പോകുന്നത്. സോ ഇൻ കേസ് ഏതെങ്കിലും ഒരു ഹാഷ് വാല്യൂവിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക് തകർന്നു പോകും. സോ ഇൻ കേസ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് തകർന്നു പോകുന്ന കേസിലും ബ്ലോക്ക് ചെയിനെ വീണ്ടും റീബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാറ്റ എടുക്കേണ്ടി വരുന്നുണ്ട്. ബിക്കോസ് ഡീസെൻട്രലൈസ് സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമ്മൾ എടുക്കേണ്ടി വരുന്നുണ്ട്. സോ ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡാറ്റ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ അവിടെ ആവശ്യമാണ്. ഈ ഹാഷ് തകർന്നു പോകാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞേ. ആസ് പെർ മൈ എന്റെ നോളജ് അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ സ്റ്റോർഡ് ഇൻ എ ബ്ലോക്ക്. അതൊരു ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യും.
സോ നമ്മൾ മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ബ്ലോക്കിന് ഒരു സൈസ് ഉണ്ടാവും. ഈ ബ്ലോക്ക് സൈസ് എക്സീഡ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസിന്റെ ഒരു ഹാഷ് വാല്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഹാഷ് വാല്യൂവിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് ബ്ലോക്കിനെ അപ്ഗ്രേഡ് ചെയ്യുന്നത്. സോ ഓരോ ഹാഷ് വാല്യൂവിന് നമ്മൾ ഓരോ ബ്ലോക്കിനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കണക്റ്റഡ് വിത്ത് ഒരു ഹാഷ് ടാഗ് വെച്ചിട്ടായിരിക്കും കണക്ട് ചെയ്യണം. ബിക്കോസ് വി നീഡ് ടു ഐഡന്റിഫൈ ദാറ്റ് ബ്ലോക്സ്. നമ്മൾ ട്രാൻസാക്ഷൻ നടന്ന് സോ ഹാഷ് വാല്യൂ എന്ന് പറയുന്ന ഒരു സിംഗിൾ ചേഞ്ച് വരികയാണെങ്കിൽ അതിന് എൻറ്റയർലി ആ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യും. ഒരു സിംഗിൾ ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റം സംഭവിച്ച ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്യും. സോ വൈൽ കമ്പയറിംഗ് വിത്ത് ദിസ് ഹാഷ് വാല്യൂ ആൻഡ് ചേഞ്ച്ഡ് ഹാഷ് വാല്യൂ നമുക്ക് മനസ്സിലാവും ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെയാകുമ്പോൾ കംപ്ലീറ്റ് ആ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ചെയിൻ ഇല്ലാണ്ടായി പോകുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോഗ്രാമർ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യണം. അത് റീകൺസ്ട്രക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം പഴയ ഒരു സാധനം ഒരാൾ പോയി ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ബാക്കി അത് അംഗീകരിക്കത്തില്ല. That means they know he's trying to hack the system. ഞാൻ ഉദ്ദേശിച്ചത് പിയേഴ്സിലുള്ള ആൾക്കാരല്ല. ഫോർ എക്സാമ്പിൾ an hacker can attack it. ഒരു അറ്റാക്കർ ഹാക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യട്ടെ. പുള്ളി അറ്റാക്ക് ചെയ്യുമ്പം let me try to explain this concept. പുള്ളി പറയുന്നത് നമ്മൾ ഈ സിസ്റ്റം ഇങ്ങനെ ഇരിക്കുവാണ് and somebody is trying to attack the system. ഈ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഹാഷ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ ഹാഷ് ചേഞ്ച് ചെയ്യുക എന്നുള്ള ഹാഷ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ബിറ്റ് കോയിനിലാണെങ്കിൽ ഇറ്റ്സ് എ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയും. അപ്പം പുള്ളി എനർജി സ്പെൻഡ് ചെയ്യണം. അതായത് കറണ്ട് ഉപയോഗിച്ച് കുറേ മെഷീൻസ് ഉപയോഗിച്ച് ഒത്തിരി കറണ്ട് ഉപയോഗിച്ച് ഇത് മാറ്റണം. ഒരെണ്ണം മാത്രം മാറ്റിയാൽ പോരാ. പഴയത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര 1000 പേരുണ്ടെങ്കിൽ 500 പേരുടെ മാറ്റണം. ഒരെണ്ണം മാത്രം മാറ്റിയാൽ പോരാ, പലയിടത്തിരുന്ന് മാറ്റണം. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ഡു ഇറ്റ്. ഒറ്റ സെക്കൻഡ് ഈ ക്വസ്റ്റ്യൻ പോയിട്ട് നമുക്ക് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കഴിഞ്ഞ് സംസാരിക്കാം. There was a question over here. Hello. Oh yes. സർ, എനിക്കുള്ള ചോദ്യം, പിന്നെ ഇപ്പൊ രാജ്യങ്ങൾ ലോകത്തിലെ എല്ലാം ബിറ്റ് കോയിനെ അക്സെപ്റ്റ് ചെയ്ത് നോക്കുക, ക്രിപ്റ്റോ കറൻസീസ്. ഇത് ബാങ്കിങ് കാർട്ടലിന് പോയിട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യുമോ? ഒരു ഡിസ്റപ്ഷൻ വരുന്നോണ്ടാണ് ബാങ്ക്സ് സമ്മതിക്കാത്ത പലയിടത്തും. കൂൾ. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരു ഡെറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം വരില്ലേ? ഏതാ ലോകത്ത് ടോട്ടലി ഇപ്പൊ ഇന്നില്ല എല്ലാ രാജ്യങ്ങളും പ്രശ്നവും നമ്മളെല്ലാവരും IMFന്റെയും വേൾഡ് ബാങ്കിന്റെയും അടിമകളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ത്യനെ പോലത്തെ പല രാജ്യങ്ങൾക്കും ഈ ഡെപ്റ്റ് നിന്ന് മുക്താവലും അതേപോലെ തന്നെ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ ഒഴിവാക്കാൻ കഴിയുമോ? നിങ്ങളുടെ എക്കണോമിക് പെർസ്പെക്റ്റീവ് ഒരു റിസോഴ്സ് ബേസ്ഡ് വ്യൂ ആണോ അതൊരു സീറ്റജിസ്റ്റ് മൂവ്മെന്റ് പോലത്തെ ഒരു മൂവ്മെന്റ് ആണോ അത്? അല്ലല്ല. സോ IMFന്റെ ഇതെടുക്കുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഓക്കെ, യു ആർ ടേക്കിംഗ് മണി. നൗ ബിറ്റ് കോയിൻ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ വേൾഡില് എനിക്ക് തോന്നിയിടത്തോളം ഒരു 1929 ശരിക്കും റോബർട്ട് എഫ് കെയ്ൻസ് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റ് ബേസ്ഡ് ബാങ്കിങ് കൊണ്ടുവരുന്നത്. ബേസിക്കലി അത് വളരെ ഇൻഹ്യൂമൈൻ ആണ്. അല്ല, ഇൻട്രസ്റ്റ് ബേസ്ഡ് ബാങ്കിങ് അതിന് മുമ്പുണ്ട്. ഇൻട്രസ്റ്റ് ബേസ്ഡ് ബാങ്കിങ് ഈസ് ഓൾവേസ് ദേർ. ഉണ്ടെങ്കിൽ തന്നെ സർ അത് ഭയങ്കര ഇൻഹ്യൂമൈൻ ആണ്. അതായത് ഇപ്പൊ ഒരു why is it inhumane? കാരണം ഒരു കർഷകന്റെ പശുവിനേക്കാളും ഒരു മനുഷ്യന് വില കാണുന്നില്ലല്ലോ. വേറൊരു കാര്യം പറയാം. സോ I'll come to that. ക്യാപിറ്റലിസത്തിൽ പൈസക്കല്ല സാർ വില കാണുന്നത്. Let me come to that. എൻ്റെ കയ്യിൽ ഇന്ന് now let's get to it. Okay, എൻ്റെ കയ്യിൽ ഇന്ന് 1000 രൂപയുണ്ട്. ഓക്കെ, നിങ്ങൾ കർഷകനാന്നിരിക്കട്ടെ, നിങ്ങൾ കഷ്ടപ്പെടുവാന്നിരിക്കട്ടെ, എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ട്. എനിക്കിന്നൊരു കാര്യത്തിന് ഉപയോഗിക്കായിരുന്നു. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് ഈ 1000 വെച്ച് ഒന്ന് വേണം, കാരണം നിങ്ങൾക്ക് കൃഷി ഇറക്കാനാന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് തരുവാണെങ്കിൽ ഒരു വർഷം നെല്ലാണെന്നിരിക്കട്ടെ, 9 മാസം കഴിഞ്ഞിട്ടേ ഇത് വിളയത്തുള്ളൂ. നിങ്ങൾ 9 മാസം കഴിഞ്ഞ് എനിക്ക് തിരിച്ചു തരത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചാൻസ് ഉണ്ട് നിങ്ങൾ ഇത് വിളഞ്ഞില്ലെന്നിരിക്കും. ഓക്കെ, ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് why should I give it to you? അതായത് 9 മാസം കഴിഞ്ഞ് 1000-ന് തന്നെ 1000 ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ, അങ്ങനത്തെ സൊസൈറ്റീസ് who did not calculate present value or future value കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത സൊസൈറ്റീസ് പൊതുവെ ഓവർ ടൈം നശിച്ചു പോയിട്ടേ ഉള്ളൂ. ദ റീസൺ ഇസ് നിങ്ങൾക്ക് ഇന്ന് തരുന്നത്, അതായത് ഞാൻ ഇന്ന് കഴിക്കാതെ, അപ്പം ഞാൻ തീരുമാനിക്കാം ഓക്കെ എനിക്കിന്ന് ഭക്ഷണം കഴിക്കേണ്ട പൈസയായിരുന്നു ഇതെന്ന് കൂട്ടെ, ലെറ്റ്സ് അസ്യൂം, നമുക്കൊരു തിയറട്ടിക്കൽ ആക്കാം. ഭക്ഷണം കഴിക്കാനുള്ള പൈസയായിരുന്നു, അതിന് പകരം നിങ്ങൾക്ക് തരാൻ ഞാൻ തീരുമാനിച്ചു. കാരണം നിങ്ങൾ പറഞ്ഞു എനിക്ക് 9 മാസം കഴിഞ്ഞ് ഇത്ര നെല്ല് കിട്ടും, നമുക്ക് അന്ന് അത് 2000 രൂപയ്ക്ക് വിൽക്കാമെന്ന് പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പം ഞാൻ തന്നു. പക്ഷേ അപ്പം there are two ways I can do this. ഒന്ന്, ഞാൻ ഭയങ്കര മാഗ്നാനിമസ് ആയിട്ട് ഞാൻ പറയാം എനിക്ക് നാളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുതരാം, എനിക്കൊരു ചാരിറ്റി വർക്ക് നടത്താം. ഓക്കെ, മിക്കവരും ചെയ്യത്തില്ല. നമുക്കിത് പറയാം, ബട്ട് ഇൻ റിയാലിറ്റി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് അടി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്കിട്ട് തലക്കിട്ടടിക്കും. അതിൻ്റെ റീസണും ഞാൻ പറയാം. സെക്കൻഡ് ഇതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഷെയർ എടുക്കാമെന്ന് പറയും. നിങ്ങൾക്ക് 2000 രൂപയുടെ ഇത് കിട്ടുമ്പം നമുക്ക് എക്വിറ്റി പാർട്ട്നേഴ്സ് പറയും, നിങ്ങൾക്ക് 1000 എടുക്കുക, ഞാൻ 1000 എടുക്കുക എന്നുള്ളത്. അപ്പം അതിനകത്ത് എനിക്കൊരു റിസ്ക് ഉണ്ട്. വിളവ് വന്നില്ലെങ്കിൽ എൻ്റെയും പോയി നിങ്ങൾക്കും പോയി. മൂന്നാമത്തേതെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് 2000 കിട്ടുവാണെങ്കിൽ നീ എടുത്തോ,
നിങ്ങൾ 2000 എടുത്തു, എനിക്ക് എൻ്റെ 10% പലിശ മതി എന്ന് പറയാം. Now I can say എനിക്ക് എൻ്റെ 20% പലിശ, എനിക്ക് 30%. I can come up with it's an agreement between two of us. നിങ്ങൾക്കത് വേണേ എടുത്താൽ മതി. ഞാൻ ഈ പലിശ കൂട്ടുമ്പോൾ നിങ്ങൾ പിന്നെ എൻ്റെ അടുത്തു നിന്ന് എടുക്കത്തില്ല, നിങ്ങളത് കുറവ് തരുന്ന, ഇറ്റ്സ് എ മാർക്കറ്റാണ്, അത് നിങ്ങൾ കുറവ് തരുന്നതിൻ്റെ അടുത്തു നിന്ന് എടുക്കും. സോ there is nothing inhumane about that. കാരണം ഞാനിന്ന് തീരുമാനിക്കുവാണ്, ഞാനിത് എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട പൈസ ആയിരിക്കും, ഞാനത് വേണ്ട എന്ന് വെച്ച്. സോ ജനറലി അക്രോസ് ദ ഗ്ലോബ് ഇപ്പോൾ സൊസൈറ്റീസ് ആയിട്ട് നോക്കുമ്പം ടിപ്പിക്കലി ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസിനാണ് ഈ യൂസറി ഒരു പ്രശ്നമായിരുന്നു. യൂസറി പ്രശ്നമായിരുന്നുകൊണ്ട് അവർ ഇൻട്രസ്റ്റ് എടുക്കത്തില്ലായിരുന്നു. ഈ ഇൻട്രസ്റ്റ് എടുക്കാതെ വരുമ്പോഴത്തേക്കും വേറൊരാൾക്ക് നമ്മൾ കൊടുക്കുവാണ്. അപ്പം അതിൻ്റെ പ്രശ്നം ഇൻട്രസ്റ്റ് ഇല്ലാതെ കൊടുക്കുമ്പം അവനിത് അടിച്ചു പൊളിച്ച് കളഞ്ഞാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. സോ പണ്ട് അതിന് പകരം ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ കടമുള്ളവൻ്റെ കാര്യം ദേ വുഡ് മേക്ക് ഇറ്റ് വെരി ഹാർഡ് ഫോർ ഹിം ടു ലിവ്. അത് കഴിഞ്ഞ് എന്നാ പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പം ഇവിടെ എത്ര പേര് കടമെടുത്തിട്ടുണ്ട്? ഈ പലിശക്കാരുടെ നിന്ന് കടമെടുത്തിട്ടുള്ള എത്ര പേരുണ്ട്? കൈവക്കിക്കേ. ഓക്കെ, കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എങ്ങനെയാണെന്നറിയാമോ? നാട്ടിൽ അവർ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കും അല്ലേ? സോ ഇൻ എ സിവിലൈസ് സൊസൈറ്റി അങ്ങനല്ല. ഞാൻ നിങ്ങൾക്ക് കടം തന്നു, അത് പൊളിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൈസ പോയി, വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഐ ഷുഡ് നോട്ട് ബി ഏബിൾ ടു കം. നിങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട് എനിക്ക് പാടില്ല. സോ ഇവിടെ ലോസ് അങ്ങനെയാണ്. ലോ ഉണ്ടായിട്ടല്ല, ലോ ആപ്ലിക്കബിൾ അല്ല. സോ ഇപ്പം US ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ആരുടെയും കൈ കടമെടുത്തു എന്നിരിക്കട്ടെ, എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല, അങ്ങനെ പൈസ പോയി. പക്ഷെ അങ്ങനെ ഒരു റിസ്ക് എടുക്കുവാണ്. സോ ഹീസ് ടേക്കിംഗ് എ റിസ്ക്. ഇഫ് ഹീസ് ടേക്കിംഗ് എ റിസ്കിനൊരു പ്രീമിയം വേണം. ആ പ്രീമിയം ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം. സോ ദാറ്റ് ഈസ് വൈ ഓവർ ടൈം ഈ രണ്ട് സൊസൈറ്റീസിനകത്താണ് ഏറ്റവും കൂടുതൽ ഹിറ്റ് എടുത്തത്. പക്ഷേ സർ, ആ റിസ്കിൽ തന്നെ ഒരു കാര്യമില്ലേ, ഇപ്പൊ നമ്മളൊരു ബിസിനസ്സിലെ റിസ്ക് ആണെങ്കിൽ അതിൽ ലാഭമുണ്ട് നഷ്ടമുണ്ട്. ഇതിലല്ലേ റിസ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ആൾക്ക് അത് ബെനിഫിറ്റ് അല്ലേ ചെയ്യുന്നുള്ളൂ. അല്ല, ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് തിരിച്ചുതരാൻ പറ്റില്ല. സർ, ലോകത്തെ ഒരു 7 ബാങ്കിങ് ഫാമിലിയാണല്ലോ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അതൊരു ചുമ്മാ കോൺസ്പിറസി തിയറിയാണ്. ഞാൻ ബാങ്കിങ്ങിൽ വർക്ക് ചെയ്ത മനുഷ്യനാണ്. ഞാൻ ഈ എല്ലാവിധ ബാങ്ക്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒരു ജനറൽ ഈ സയോണിസ്റ്റ് ഇതിന്റെ, അതായത് ഒരു ജൂ ഇതിനെതിരെ പറയുന്ന ഒരു ഇതാണ്. നിങ്ങൾ ഏതെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ചുമ്മാ ഇത് വായിക്കുന്നല്ല. അത് ഹാവ് യു വർക്ക്ഡ് വിത്ത് ദിസ്? ഞാനത് വർക്ക് ചെയ്തിട്ടുള്ളത്. there is nothing like that. സർ, ഞാനൊരു ജേണലിലാണ് അത് കണ്ടത്. it's all let me put it very frank. MIT ലെ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's BS. let's put it BS. അത് ഒരു 7 ഫാമിലീസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നല്ല. പൈസ അതിനൊക്കെ മേളിലാണ്. MIT ലെ ജേണൽ പറയുന്നത് ബേസിക്കലി MIT ലെ ഒരു ജേണൽ ഹാർവർഡ് ബിസിനസ് റിവ്യൂലോ അല്ലെങ്കിൽ പക്ഷേ നിങ്ങൾ അത് പേടിക്കേണ്ട. നിങ്ങളുടെ ഇവിടുത്തെ പൈസ അവിടുത്തെ 7 ഫാമിലി അല്ല ഇന്ത്യയിലെ പൈസ കൺട്രോൾ ചെയ്യുന്നത്. ഇന്ത്യയിലെ റുപ്പിയും ഇതൊന്നും കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ അല്ല. സോ ഇതൊരു കോൺസ്പിറസി തിയറി. വിൽ ടോക്ക് അബൌട്ട് കോൺസ്പിറസി തിയറീസ് ലേറ്റർ. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ടോപ്പിക്. ഓക്കെ, കോൺസ്പിറസി തിയറീസ് ഐ വിൽ ഗോ ത്രൂ ദിസ്. അത്യാവശ്യം ഒരുമാതിരിപ്പെട്ട ഈ ജേണൽസ് എല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. ഐ വിൽ ടേക്ക് യു ത്രൂ ദാറ്റ്. സാർ നേരത്തെ പറഞ്ഞു, സാർ ഫസ്റ്റ് ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രൈസ് 8 cents ആയിരുന്നു, പിന്നെ 12,000 വരെ പോയി, ഇപ്പോൾ അറൗണ്ട് 3,000 ആണോ? 3,000. ഇത് തന്നെയല്ല ബിറ്റ് കോയിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ബിക്കോസ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഷുഡ് ബി സം സ്റ്റെബിലിറ്റി ഇൻ വാല്യൂ. ഇത്രയും വൊളാറ്റൈൽ ആയിട്ടുള്ള ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടോ ഒരു സപ്പോസ് ഐ എം ഹാവിങ് X ബിറ്റ് കോയിൻസ് ടുഡേ. ഇന്ന് ആ X ബിറ്റ് കോയിൻസ് കൊണ്ട് എനിക്കൊരു Q5 വാങ്ങാൻ പറ്റുമായിരിക്കും. പക്ഷെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരു ആൾട്ടോ കാർ പോലും വാങ്ങാൻ പറ്റുന്നില്ല. ആ ഒരു സ്ഥിതിയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇത് കറൻസി ആയിട്ട് എങ്ങനെ, ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു സുന്ദരമായ നടക്കാത്ത സ്വപ്നമല്ലേ ഈ ബിറ്റ്കോയിൻ? നമുക്ക് അതിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ, നമുക്ക് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ഒറിജിൻസ് ഓഫ് മണി. ഓക്കെ, തുടക്കത്തിൽ ആൾക്കാർ കൂടുതലില്ലാത്തപ്പം when there is not enough people in a network, let's assume let's say ഞാൻ ഇന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ഞാൻ എൻ്റെ പൈസ വാച്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. വാച്ചസിലെ റോളക്സ് വാച്ച് പോലത്തെ വാച്ചസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഹോപ്പ് എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന പോലെ ഒരു ദിവസം അല്ലെങ്കിൽ പെയിൻറ്റിങ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? പെയിൻറ്റിങ്സിൽ ഒത്തിരി പെയിൻറ്റിങ്സ് വളരെ വലിയ പൈസയ്ക്ക് പോകുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അതൊരു കളക്റ്റിബിളാണ്. നമ്മുടെ സ്റ്റാർട്ട് അതിലാണ്. എപ്പോഴും പൈസയുടെ ഒറിജിൻ ഒരു കളക്റ്റിബിളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൂടാതെ ഒരു 10 പേരും കൂടെ ഇതിലിടുക. അപ്പം ഞാൻ നേരത്തെ ഇട്ട് കഴിയുമ്പം ഞാൻ ചിലപ്പം ഒരു വാച്ച് മേടിച്ചത് 10 രൂപയ്ക്കായിരിക്കും. ദ നെക്സ്റ്റ് ഗൈ ഈസ് ബൈയിങ് ഇറ്റ് ഫോർ ലെറ്റ്സ് അസ്യൂം 20 rupees. അവിടെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പുള്ളിക്ക് 100 വാച്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാത്രമുള്ള എനിക്ക് മനസ്സിലായി പുള്ളിക്ക് വേണം. ഞാൻ പറയും 100 രൂപയാന്ന് പറയും. സോ പെട്ടെന്നൊരു പ്രൈസിൻ്റെ സ്പൈക്ക് ഉണ്ട്. കാരണം ഞാൻ മാത്രമേ അവിടെ ഒരു സെല്ലർ ഉള്ളായിരുന്നു. ആ മാർക്കറ്റിനകത്ത് 2 പേരേ ഉള്ളായിരുന്നു. ആ ഡെപ്ത് അല്ലെങ്കിൽ ആ അമൗണ്ട് ഭയങ്കര കൂടുതലായപ്പോഴത്തേക്കും ഐ കുഡ് ആസ്ക് ഫോർ എനിത്തിങ്. സോ ലെറ്റ്സ് സേ പുള്ളി 100 വന്നപ്പോൾ നമ്മളൊരു 10,000 ഒരു
100,000 ആൾക്കാരുടെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നെന്നിരിക്കട്ടെ. അപ്പം ഇന്ന് 10 രൂപയ്ക്ക് പൊക്കോണ്ടിരുന്ന വാച്ചാണ്, ഒരു കക്ഷി വന്നിട്ട് പറഞ്ഞു എനിക്കൊരു 100 വാച്ച് വേണമെന്ന്. അപ്പം 10 ഇന്ന് 11 ആകത്തുള്ളായിരുന്നു. ഇറ്റ് വുഡ് ബി ഇൻ എ വെരി ടൈറ്റ് ബാൻഡ്, അതായത് ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറയും. അതായത് വിൽക്കുന്നതും വാങ്ങുന്നതും തമ്മിലുള്ള ഒരു കച്ചവടക്കാരൻ്റെ സ്പ്രെഡ് ഇറ്റ് വുഡ് ഹാവ് കം ടൈറ്റർ. ആൾക്കാർ കുറഞ്ഞിരിക്കുമ്പം ദ സ്പ്രെഡ് ഇസ് വൈഡ്, ആൾക്കാർ കൂടുമ്പം സ്പ്രെഡ് ടൈറ്റർ ആവും. സോ ബിറ്റ് കോയിൻ ഇന്ന്, സോ ഇറ്റ് ഈസ് ഓൺലി യൂസ് ബൈ 6 million പീപ്പിൾ. ഞാൻ പറഞ്ഞ ലോകത്ത് 6 ബില്യൺ ഉള്ളപ്പം 6 മില്യൺ യൂസ് ചെയ്യുന്ന ഒരു സാധനം. സോ ഈ ഗോൾഡ് ഇത്രയും ടൈറ്റ് ആയത് ഇറ്റ് ടുക്ക് സെഞ്ചുറീസ് ഫോർ ഇറ്റ് ടു ബിക്കം ടൈറ്റ്. ഇതിന് മുമ്പ് ഗോൾഡിനകത്ത് ഫ്ലക്ച്വേഷൻ ഉണ്ട്, ഇപ്പോഴും ഗോൾഡ് ഫ്ലക്ച്വേഷൻ ഉണ്ട്. ദ ഫ്ലക്ച്വേഷൻ ഇസ് ഓൺലി 1 or 2% ആണ് ഓൺ എ ഡെയിലി ബേസിസ്. ഒരു കൊല്ലം മുമ്പ് ഗോൾഡ് 1800 per ounce ആയിരുന്നു, ഇന്ന് 1200 ആണ്. ഫ്ലക്ച്വേഷൻ ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. ബിറ്റ് കോയിൻ്റെ അത്രയല്ല, കാരണം 8 trillion വാല്യൂ ഉള്ള ഒരു അസറ്റാണ് ഗോൾഡ് എന്ന് പറയുന്നത്. 100 billion വാല്യൂ ഉള്ള അസറ്റാണ് ബിറ്റ് കോയിൻ. സോ സ്പൈക്സ് കൂടുതലായിരിക്കും. സോ അത് ശരിയാ. ആസ് എ യൂസർ, ഇപ്പം ഞാനൊരു കടക്കാരനാണെങ്കിൽ നിങ്ങൾ എനിക്ക് ബിറ്റ് കോയിൻ കൊണ്ടുവന്നാൽ എനിക്കൊരു പേടിയായിരിക്കും, ഇന്ന് എടുത്തു കഴിഞ്ഞിട്ട് നാളെ കഷ്ടകാലത്തിന് താഴെ പോകുമെന്ന്. സോ അതിന് ഹെഡ്ജിങ് മെക്കാനിസംസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നിങ്ങൾ ബിറ്റ് കോയിൻ കൊണ്ടുവന്നു, ലെറ്റ്സ് അസ്യൂം എൻ്റെ കോസ്റ്റ്, ലെറ്റ്സ് ഞാൻ അന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ, ഞാൻ വിൽക്കുന്ന സാധനം 100 രൂപ അല്ലെ ഒരു ബിറ്റ് കോയിൻ ആണോ എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ. നിങ്ങൾ കൊണ്ടുവന്ന് തരുന്ന ഉടനെ തന്നെ നമുക്ക് 100 രൂപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ മാർഗം ഉണ്ടെങ്കിൽ എൻ്റെ കാര്യം എളുപ്പമായില്ലേ? ഇന്ന് 100 രൂപ ഞാനൊരു ക്രെഡിറ്റ് കാർഡിൽ കൂടെ എടുക്കുമ്പോൾ ഞാൻ 3% കൊടുക്കുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് കമ്പനിക്ക് എൻ്റെ ഫീ ആയിട്ട്. സോ ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് അപ്പോഴും ബിറ്റ് കോയിൻ എടുക്കുന്നത് എളുപ്പമാണ്. പക്ഷെ അതിന് വേറൊരു ഇതുണ്ട്, സ്റ്റേബിൾ കോയിൻസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഈ മൂവ് ചെയ്യാത്ത പെഗ് ചെയ്യപ്പെട്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ് ആസ് എ മെർച്ചൻറ്റ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഫ്ലക്ച്വേഷൻ വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ ആസ് എ മെർച്ചൻറ്റ് നിങ്ങളുടെ ചോയ്സ് എങ്കിൽ യു ജസ്റ്റ് ടേക്ക് സ്റ്റേബിൾ കോയിൻസ്. ബിറ്റ് കോയിൻ ഞാൻ സംസാരിക്കുന്നതിൻ്റെ റീസൺ ഇതാണ്. ആദ്യത്തേത്, ഇതിനകത്താണ് ആ ടെക്നോളജി കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. സ്റ്റേബിൾ കോയിൻ ദർ ഇസ് നത്തിങ് ടു തിങ്ക് അബൌട്ട്. നിങ്ങൾ സ്റ്റേബിൾ കോയിൻ എന്ന് പറയുന്നത് നിങ്ങൾ $US അല്ലെങ്കിൽ റുപ്പിയായിട്ട് ഒരു സ്റ്റേബിൾ കോയിൻ ഉണ്ടാക്കി അത് അനങ്ങത്തില്ല. റുപ്പി എങ്ങോട്ടാണോ വയ്ക്കുന്നത് അവിടെ തന്നെ ഇരിക്കും. സോ ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം ഓഫ് ബിറ്റ് കോയിൻ. അത് നിങ്ങളുടെ അണ്ടർലൈങ് അസറ്റ് ചിലപ്പം അതിൻ്റെ വാല്യൂ പോകുന്നോ അതിൻ്റെ വാല്യൂ കൂടുന്നതോ ആകാം. ഞാൻ പറഞ്ഞില്ല, പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഷ്യോ ബിറ്റ്വീൻ 2 things. ദാറ്റ് റേഷ്യോ ക്യാൻ ചേഞ്ച്. ഹലോ, നേരത്തെ അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചെറിയ എക്സ്പീരിയൻസ് പറയുകയാണ്. ഏകദേശം ഒരു 6 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ആദ്യമായിട്ടൊരു ബിറ്റ് കോയിൻ വാങ്ങുന്നത്. അന്ന് ബിറ്റ് കോയിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 46 റുപ്പീസാണ്, ഇന്ത്യൻ റുപ്പീസിനാണ് ബിറ്റ് കോയിൻ്റെ വില. ഞാൻ വാങ്ങിച്ചത് 6-5 വർഷങ്ങൾക്ക് മുൻപായിരുന്നു. അന്ന് അറൗണ്ട് 200 റുപ്പീസിനാണ് ബിറ്റ് കോയിൻ വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 196 രൂപക്ക് വാങ്ങിച്ച ബിറ്റ് കോയിനുകൾ 2 വർഷം കഴിഞ്ഞ് വിറ്റത് മോർ ദാൻ 6000 റുപ്പീസിനാണ്. അതായത് 2 വർഷം കൊണ്ട് 6000 രൂപ, 200 രൂപക്ക് വാങ്ങിച്ച സാധനം 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് 6000 രൂപയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച ആ വോളറ്റൈൽ എന്ന ഒരു പ്രശ്നം, അതൊരു പ്രശ്നം തന്നെയാണ്. ഒരു കറൻസി എന്ന നിലയ്ക്ക് വോളറ്റൈൽ ഇഷ്യൂ ഈ ബിറ്റ് കോയിൻ ഉണ്ട്. അതാണ് ഒന്ന്. പിന്നെ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻ എന്താണ്? ഒരു മിനിറ്റ്. വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ? സോ ഐ ഹാവ് ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് വോളറ്റൈൽ. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ. No, what is your question? Ask me the question. No, it is my experience. I am sharing my I understand. I'm already accepting that, but you have to ask a question when you're here, when you're asking me. No, because this is not a stage for you. Yeah. It's a stage for me. He asked what is the hash key and something. The correct answer is we are using the public key and private key I understand. cryptocurrency. Mashe, tech എനിക്ക് അറിയാം. Okay. Believe me, I have a company with 300 people. Yeah. അത് ഞാൻ കോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിറ്റ് കോയിനിൽ ഞാൻ അത് പോകാത്തെന്ന് വെച്ചാൽ അല്ല, ഇതൊരു അവര് ജനറൽ ഓഡിയൻസിന് I'll take him. I അത് told him. ചോദിച്ചതിന് ഞാൻ answer പറയാം. അതെനിക്കറിയാം. Okay? If you don't have a question, give it to somebody else. So I have to take control of the stage. നിങ്ങൾ What is the recovery process if I have a wallet and I lose it? What do if you lose it, if you lose the password, there is no recovery. So I have lost the money. You lost it. Okay. All right? There is nothing because നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയാൽ അത് തീർന്നു. I can't steal it. You can't also get it back. There's a question over there. അവിടെ പുറകിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള ഞാൻ പിന്നെ ഇത് കഴിഞ്ഞ് തരാം. ഇത് 3 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേൾക്കത്തില്ലേ?
So you said that nobody owns അടുത്ത് പിടിച്ചോ, ഈ Nobody- മൗത്തിന് അടുത്ത് പിടിച്ചാൽ മതി. nobody owns Bitcoin, right? Nobody owns Bitcoin. You said like that before. What Nobody owns Bitcoin nobody owns the system as a single person. as a single person. It can be a company or someone else. അതിപ്പം ഒത്തിരി പേരാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, സി ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫേസ്ബുക്ക് കമ്പനി, ഒരു ബാങ്ക്, ഒരു സെൻട്രൽ സെർവർ ഉണ്ട്. ഇവിടെ എല്ലാവരും കൂടെ ഞാൻ ഒരു No, is there a brain behind that? That's what I am asking. is it a Isn't a brain behind that? A brain. ഒരു ബ്രെയിൻ ഒന്നുമല്ല സാർ, ഒരു പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാം റൺ ചെയ്യണം. ഒരു പ്രോഗ്രാം റൺ ചെയ്യണം, പക്ഷേ എല്ലാവരുടെയും മെഷീനിലാണ് ഓടുന്നത്. ഇറ്റ്സ് റണ്ണിങ് ഓൺ എല്ലാ നോഡിലും. അവരെല്ലാം ഒരു സിങ്കിൽ എത്തണം. ഒരു ഫൈനാലിറ്റി എന്ന് പറഞ്ഞൊരു ഇതിലാണ് എത്തുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്ക് 10 രൂപ അയക്കുവാണെങ്കിൽ എല്ലാവരുടെയും ഡേറ്റാബേസിൽ അത് അപ്ഡേറ്റ് ചെയ്യണം, അവിടെ അത് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് എല്ലാവരും എഗ്രി ചെയ്യണം. അതിനകത്തൊരു കൺസെൻസസ് മൈനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. We'll go through that later, okay? So I wanted to പറഞ്ഞോ. Is it that working on the same marketing strategy of low supply and demand more, and that's what the rate has been going up? Oh yes, എന്ത് സാധനത്തിന്റെയും വില മുകളിലോട്ടും താഴോട്ടും പോകുന്ന ഇറ്റ്സ് പ്യുവർ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്, വേറെ ഒന്നുമില്ല. ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് തന്നെയല്ല ഇവർ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ലോ സപ്ലൈ ഡിമാൻഡ് മോർ എന്നുള്ള അല്ല, ഇതിനകത്തൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒന്നുമില്ല. there's no company marketing it. ഇത് ലോകത്തൊരു കമ്പനി ഇത് മാർക്കറ്റ് ചെയ്യുന്നില്ല. നമ്മളൊരു പൈസ എന്ന് പറഞ്ഞ ഒരു കളക്റ്റീവ് ഡെലൂഷൻ. സി മണി എന്ന് പറയുന്നത് എന്തുവാണ്? ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് വാട്ട്? ഇറ്റ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വാല്യൂ. അതായത് ആദ്യത്തെ ഹീറോഗ്ലിഫിക്സ് പോയി നിങ്ങൾ നോക്കിക്കോ. ഈജിപ്തിലെ ഹീറോഗ്ലിഫിക്സ് എന്തുവായിരുന്നത്? 2 പേര് തമ്മിലുള്ള ലെഡ്ജർ ആയിരുന്നു. ഞാൻ അങ്ങോട്ട് എത്ര തരാനുണ്ട്, നിങ്ങൾ എനിക്ക് എത്ര തരാനുണ്ട്. നമ്മുടെ ഒരു ഹ്യൂമൻ പ്രോഗ്രസ് നടന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചെറിയ സൊസൈറ്റിയിൽ നിന്ന് ഇത്രയും ഗ്രോത്ത് വന്ന വെൻ വി സ്റ്റാർട്ടഡ് കോപ്പറേറ്റിംഗ് വിത്ത് ഈച്ച് അതർ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്യാനായിട്ട് വി നീഡ് ടു എക്സ്ചേഞ്ച് വാല്യൂ. എൻ്റെ ഈ വില്ലേജിൽ നിന്ന് അപ്പുറത്തെ വില്ലേജിലുള്ള ഒരാളുമായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്ന എന്തുവാണ്? ഞാൻ പറഞ്ഞു ഇത് തരാം, നിങ്ങൾ എനിക്ക് പകരം ഇത് തരുമോ? സോ വി ആർ എക്സ്ചേഞ്ചിങ് വാല്യൂ. അതിൻ്റെ ഒരു അബ്സ്ട്രാക്ഷൻ ആണ് മണി. ആൻഡ് മണി ഈസ് ഫിക്ഷൻ. ഇപ്പോൾ യുവൽ നോവ ഹരീറി ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മണി എന്ന് പറയുന്നത് എന്താണ്? ഫിക്ഷൻ ആണ്. കാര്യം എന്താണ്? നിങ്ങൾ ഈ മണി എടുത്ത് $1 മില്യൺ എടുത്തിട്ട് ഒരു കൂട്ടിലിരിക്കുന്ന കുരങ്ങിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന പഴം നിങ്ങൾക്ക് തരുമോ? തോന്നുന്നുണ്ടോ? വേറൊരു കാര്യം പറയാം, റിലിജൻ ഫിക്ഷനാണ്. യുവൽ നോവ ഹരീറി പറയുന്ന അനുസരിച്ച് കൂട്ടിലിരിക്കുന്ന കുരങ്ങിനോട് പോയി പറയുക, മരിച്ചു കഴിഞ്ഞ് ഞാൻ നിനക്കൊരു 10,000 പഴം എന്നാ പറയുന്നത് ഹെവനിൽ എത്തുമ്പോൾ തരാം, ഇപ്പോഴത്തെ പഴം കയ്യിൽ നിന്ന് മേടിക്കാൻ പറ്റുമോ? പറ്റൂല. സോ മണി ജസ്റ്റ് ലൈക്ക് റിലിജൻ ഇസ് എ ഫിക്ഷണൽ കോൺസെപ്റ്റ്. പക്ഷേ ഈ ഫിക്ഷൻ ആസ് എ ഹ്യൂമൻ ബീയിങ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് വി ആർ ഏബിൾ ടു കൊളാബറേറ്റ്, കോപ്പറേറ്റ് ആൻഡ് ട്രേഡ് വിത്ത് ഈച്ച് അതർ. ഈ ഫിക്ഷൻ ഇല്ലെങ്കിൽ ലാംഗ്വേജ് ഉണ്ട് നമുക്ക്. അത് കുരങ്ങനും ലാംഗ്വേജ് ഉണ്ട്. അവനും പറയാം ഈഗിൾ, ലയൺ എന്ന് പറഞ്ഞാൽ അവനൊരു ലാംഗ്വേജ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവൻ മരത്തെ കയറിക്കോളും. ഈഗിൾ എന്ന് പറഞ്ഞാൽ അവനൊരു കവർ എടുക്കും. ബട്ട് നമുക്ക് ചിന്തിച്ച് ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടാക്കാം. നേഷൻ സ്റ്റേറ്റ് ഇസ് ഫിക്ഷൻ. ഓക്കെ, ടൈം തീർന്നു പോയി. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഒരു ചാൻസ് കൊടുത്തേക്കാം. ഓക്കെ, പ്രോബബിലിറ്റി ഉണ്ടോ? ഒരു കമ്പനിക്ക് 50% ഒരു ക്രിപ്റ്റോ കറൻസി ഓൺ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ? കാശ് മുടക്കിയ യെസ്. അത് മേടിച്ചോണ്ടിരിക്കും, ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇതിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ലോ ഇല്ലെങ്കിൽ എന്നാ കുഴപ്പം? ഇത്രയും നാൾ ലോ ഇല്ലാതെ ഈ സാധനം പോകുന്നുണ്ടല്ലോ. ഈ ലോ വേണമെന്ന് ചിന്തിക്കുന്നതാണ്. ലോ ഇല്ലാതെയും ഞാൻ പറഞ്ഞല്ലോ, കള്ളിവിടെ കച്ചവടം നടക്കുന്നുണ്ടോ ഇല്ലയോ ഓർത്താൽ മതി. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. എനിക്കൊരു കാർഡൊന്നും ഇല്ല, ബട്ട് യു ക്യാൻ ഫോളോ മീ, യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ ഓൺ ട്വിറ്റർ, ലിങ്ക്ഡ്ഇൻ, ഫേസ്ബുക്ക് ഓർ ഇൻസ്റ്റാഗ്രാം. ഐ എം വെരി ആക്സസിബിൾ ഓവർ ദെയർ. ദിസ് ഇസ് ജസ്റ്റ് ദ ബേസിക്സ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. യു ഹാവ് ടു ഡു യുവർ ഹോംവർക്ക്. ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനാണ്, ദർ ഇസ് എ ഹ്യൂജ് പോസിബിലിറ്റി ഓഫ് തിങ്സ് ദാറ്റ് ക്യാൻ ബി ഡൺ on a technical side, investment side, economics, philosophy. Look into it. It's a great field to be in. Njanad career pinne my life has changed. I've been enjoying every moment of it. I've been traveling around the world. This is what I do. I'm doing it as an evangelization process so that I can spread the word to you. Thank you.